ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ യൂണിറ്റ് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻട്രൊഡക്ഷൻ. അതിനകത്ത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നും വെർച്വലൈസേഷൻ ടെക്നിക്സും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ എല്ലാം ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ആ യൂണിറ്റ് 1 പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നും ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടിംഗ്, അതെല്ലാം നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിന്റെ രണ്ടാം പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താണ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്ന് നോക്കാം. It refers to a service model in cloud computing that offers clients access to computing resources on demand. On demand ക്ലയൻസിന് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടിംഗ് മോഡൽ, ഒരു സർവീസ് മോഡലാണ് യൂട്ടിലിറ്റി മോഡൽ എന്ന് പറയുന്നത്. സിമിലർ ടു ട്രഡീഷണൽ യൂട്ടിലിറ്റി സർവീസസ് ലൈക്ക് ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ പോലുള്ള ട്രഡീഷണൽ യൂട്ടിലിറ്റി സർവീസിന് സിമിലർ ആയിട്ടുള്ള ഓൺ ഡിമാൻഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്ലയൻസിന് ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് മോഡലാണ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നുണ്ട് ഓൺ ഡിമാൻഡ് റിസോഴ്സ് ആക്സസ്. എന്താണ് ഓൺ ഡിമാൻഡ് റിസോഴ്സ് ആക്സസ് എന്ന് നോക്കാം. യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ്സ് യൂസർ വിത്ത് ഇമ്മീഡിയറ്റ് ആക്സസ് ടു കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്. കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിന്റെ ഇമ്മീഡിയറ്റ് ആക്സസിനെ ഹെൽപ്പ് ചെയ്യുന്നത് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് ആണ്. അതായത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ഒരു സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ യൂസറിന് ആക്സസ് കൊടുക്കുന്ന ഒരു സർവീസ് മോഡലാണ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓൺ ഡിമാൻഡ്, ആ ഡിമാൻഡ് വരുന്ന സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസറിന് ആക്സസ് കൊടുക്കുന്നതാണ് ഓൺ ഡിമാൻഡ് ആക്സസ് എന്ന് പറയുന്നത്. യൂസേഴ്സ് ക്യാൻ സ്കെയിൽ അപ്പ് ഓർ ഡൗൺ ദിയർ റിസോഴ്സ് ബേസ്ഡ് ഓൺ റിയൽ ടൈം നീഡ്സ്. യൂസറിന്റെ റിയൽ ടൈം നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു റിസോഴ്സസിന്റെ ആവശ്യം സ്കെയിൽ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും സാധിക്കും. ഇനി പേ പെർ യൂസ് മോഡൽ, അതാണ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് പേ പെർ യൂസ് മോഡൽ? ഇൻസ്റ്റെഡ് ഓഫ് ഫിക്സഡ് ഫീസ് ഓർ ഫ്ലാറ്റ് റേറ്റ്സ്, യൂസേഴ്സ് ആർ ചാർജ് ബേസ്ഡ് ഓൺ ദിയർ ആക്ച്വൽ യൂസേജ് ഓഫ് റിസോഴ്സ്. അതായത് ഒരു യൂസർ ഒരു റിസോഴ്സസിനെ എത്രത്തോളം യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് പേ ചെയ്യുക. യൂസർ എത്രയാണോ യൂസ് ചെയ്യുന്നത് അതിന്റെ പേ ചെയ്യുക, അത്രയും. അല്ലാതെ ഒരു ഫിക്സഡ് ഫീസോ ഒരു ഫിക്സഡ് റേറ്റോ ഒന്നും തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. യൂസർ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ അതായിരിക്കും ആ യൂസറിലേക്ക് ചാർജ് ചെയ്യുന്നത്. ദിസ് ഈസ് പേ ആസ് യു ഗോ ഓർ പേ പെർ യൂസ്. പേ ആസ് യു ഗോ അല്ലെങ്കിൽ പേ പെർ യൂസ് മോഡൽ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതെന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. അതായത് എത്രത്തോളം ആണ് യൂസർ കൺസ്യൂം ചെയ്യുന്നത് അതിന്റെ മാത്രം പേ ചെയ്യുക. അതാണ് പേ പെർ യൂസ് മോഡൽ എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് പേ പെർ യൂസ് മോഡൽ എന്ന് പറയുന്നത് അതുകൊണ്ട്. ഇനി സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് ഓഫേഴ്സ് ഹൈ സ്കെയിലബിലിറ്റി. ഒരു യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് ഹൈ സ്കെയിലബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് യൂസേഴ്സ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് റിസോഴ്സ് റാപ്പിഡ്ലി ടു അക്കോമഡേറ്റ് ചേഞ്ചിങ് വർക്ക് ലോഡ്. ഒരു യൂസറിന് അവരുടെ വർക്ക് ലോഡ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു റിസോഴ്സസിന്റെ ആ ഒരു യൂട്ടിലിറ്റിയെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റും. അതുകൊണ്ടാണ് സ്കെയിലബിൾ ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ബിസിനസ്സിലാണ് ഇത് കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു യൂസറിന്റെ വർക്ക് ലോഡ് അല്ലെങ്കിൽ ഡിമാൻഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു യൂട്ടിലിറ്റിയെ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ട് ഇത് സ്കെയിലബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഇനി നെക്സ്റ്റ് ഒരു ഇതാണ് റിസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്നത്. പ്രൊവൈഡേഴ്സ് ഓഫ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് പൂൾ computing resources from multiple clients, optimizing resource utilization. റിസോഴ്സ് യൂട്ടിലൈസേഷനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ക്ലയൻസിൽ നിന്നുമായിരിക്കും ഈ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സസിനെ പൂൾ ചെയ്തെടുക്കുന്നത്. അതിനെയാണ് റിസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് സേവിങ്സ് ആണ്. യൂസേഴ്സിന് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ യൂസേഴ്സിന് റിസോഴ്സസിനെ എഫക്റ്റീവ്ലി അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു റിസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉള്ളത് കൊണ്ടാണ്. ഇനി ഈസ് ഓഫ് ആക്സസ് ആൻഡ് മാനേജ്മെന്റ്. യൂസറിന് എപ്പോഴാണോ ആവശ്യം, എവിടെ നിന്നാണോ ആവശ്യം, അപ്പം ഏതൊരു സ്ഥലത്ത് നിന്നും എനിവേ ഇന്റർനെറ്റ് വഴി ഒരു യൂസറിന് എവിടെ നിന്ന് വേണമെങ്കിലും ഈ റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈസ് ഓഫ് ആക്സസ് ആൻഡ് മാനേജ്മെന്റ്, എവിടെ നിന്ന് വേണമെങ്കിലും യൂസറിന് റിസോഴ്സസിനെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും ഇന്റർനെറ്റ് വഴി. ഇനി ഇതിനകത്ത് കുറച്ച് സർവീസ് വെറൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് സർവീസ് മോഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്,
സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം പറയാനുള്ളത് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസ് മോഡൽസ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇനി ഈ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗിൽ എന്താണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ബിസിനസ് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ബിസിനസ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് അപ്ഫ്രണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബൈ റിമൂവിംഗ് ദ നീഡ് ടു ബൈ ആൻഡ് മെയിൻറ്റെയിൻ ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ വാങ്ങുന്നത് ആ ഒരു എന്താണ് അപ്ഫ്രണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അലോസ് ഫോർ മോർ എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ. മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷന് നമുക്ക് ഈ ഒരു ബിസിനസ് കൊടുക്കാൻ പറ്റും. ഒരു എന്താണ് കറണ്ട് ഡിമാൻഡ്, ബിസിനസിന്റെ കറണ്ട് ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബിസിനസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗിന്റെ ബിസിനസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ റിലയബിലിറ്റി ആൻഡ് അവൈലബിലിറ്റിയുടെ കേസിൽ ഹൈ റിലയബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ആണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഡേറ്റ സെന്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈ റിലയബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ആണ്. മിനിമം ഡൗൺ ടൈം. അതുപോലെ റിസോഴ്സസിന്റെ അൺഇന്ററപ്റ്റഡ് ആക്സസും അവൈലബിൾ ആണ്. അതുകൊണ്ട് റിലയബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗിന്റെ ഹൈ ആയിരിക്കും, മിനിമം ഡൗൺ ടൈം ആയിരിക്കും, അൺഇന്ററപ്റ്റഡ് ആക്സസ് ടു റിസോഴ്സസ് ആയിരിക്കും. നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് റെവല്യൂഷണറൈസ് ഹൗ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ആർ ആക്സസ്ഡ്, യൂസ്ഡ് ആൻഡ് പെയ്ഡ് ഫോർ. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നത്, അതിനെ ആക്സസ് ചെയ്യുന്നത്, എങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നു, എത്രയാണ് അത് പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പെയ്ഡ് ആക്കും. അതാണ് ഓവറോൾ നമ്മൾ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗിന് പറയുന്നത്. ബിസിനസ്സുകൾക്ക് ഫ്ലെക്സിബിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സ്കെയിലബിൾ സൊല്യൂഷൻ. കമ്പ്യൂട്ടിംഗ് നീഡ്സ്, ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് നീഡ്സിന് ഫ്ലെക്സിബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സ്കെയിലബിൾ സൊല്യൂഷൻ ആണ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങും ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും പഠിച്ചു. അതിന്റെ ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസൺ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ആണ്. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഫോക്കസ് ചെയ്യുന്നത് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്, ഒരു യൂണിഫൈഡ് സിസ്റ്റത്തിലെ ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സിനെയാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി വിത്തിൻ എൻ കൺഫൈൻഡ്, ഒരു ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ഒതുങ്ങുന്നതാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഗോൾ എന്താണ് എന്ന് ചോദിച്ചാൽ എൻഹാൻസ് പെർഫോമൻസ് ആൻഡ് റിലയബിലിറ്റി ഫോർ സ്പെസിഫിക് ടാസ്ക്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് പെർഫോമൻസും റിലയബിലിറ്റിയും എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പം ഇന്റർകണക്ട്, ഒരു യൂണിഫൈഡ് സിസ്റ്റമായിട്ട് ഇന്റർകണക്ട് കമ്പ്യൂട്ടേഴ്സിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയിലായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസും റിലയബിലിറ്റിയും ഒക്കെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലസ്റ്റർ കൺസെപ്റ്റ്, എക്സ്റ്റെൻസ് ദ ക്ലസ്റ്റർ കൺസെപ്റ്റ്. നമ്മൾ ക്ലസ്റ്റർ കൺസെപ്റ്റ് എന്താണോ പറഞ്ഞത് അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ കണക്ടിങ് ജിയോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് ആൻഡ് ഹെട്രോജീനിയസ് റിസോഴ്സസ്. ജിയോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കലി ഏരിയയിൽ ഹെട്രോജീനിയസ് റിസോഴ്സസിനെയും ഇന്റർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മേജർ ഗോൾ എന്താണ് എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ പവർ, സ്റ്റോറേജ്, ആപ്ലിക്കേഷൻസ് എല്ലാം ഡിഫറന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈനിലേക്ക് എന്താണ് സ്പ്രെഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. മറ്റേതിന്റെ എന്താണ്, ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസും റിലയബിലിറ്റിയും എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിന്റെ ഗോളെങ്കിൽ ഗ്രിഡ് കമ്പ്യൂട്ടിംഗിനെ എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈനിലേക്ക് കമ്പ്യൂട്ടിംഗ് പവറും സ്റ്റോറേജും ആപ്ലിക്കേഷൻസും ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗിന്റെ മേജർ ഗോൾ എന്ന് പറയുന്നത്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓൺ ഡിമാൻഡ് ആക്സസ് ടു എ പൂൾ ഓഫ് കോൺഫിഗറബിൾ കമ്പ്യൂട്ടർ. ഒരു കോൺഫിഗറബിൾ കമ്പ്യൂട്ടിംഗ് റിസോഴ്സിന്റെ പൂളിലേക്ക് ഓൺ ഡിമാൻഡ് ആക്സസിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ മെയിൻ ഫോക്കസ്. ഈ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആവാം, സെർവേഴ്സ് ആവാം, സ്റ്റോറേജ് ആകാം. ഇനി ആക്സസ് എങ്ങനെയാണ് ഡെലിവേർഡ് ഓവർ ദി ഇന്റർനെറ്റ് ത്രൂ ആണ് ഇതിന്റെ ആ ഒരു ആക്സസ് എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ആക്സസ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ത്രൂ ആണ്. ഇനി ഇതിന്റെ മേജർ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ യൂസേഴ്സ് ക്യാൻ സ്കെയിൽ റിസോഴ്സസ് ഫ്ലെക്സിബിളി. യൂസറിന് റിസോഴ്സസിനെ ഫ്ലെക്സിബിളി സ്കെയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് പേ ഓൺലി ഫോർ വാട്ട് ദേ യൂസ്. എന്താണോ അവർ യൂസ് ചെയ്യുന്നത് അതിന്റെ മാത്രം പേയ്മെന്റ് കൊടുക്കുക. ഓപ്പൺ പ്രൊവൈഡഡ് ത്രൂ സെൽഫ് സർവീസ് മോഡലിലൂടെയാണ് ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് പറഞ്ഞു, ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് പറഞ്ഞു, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ടേബിൾ ആണ്. അതിനകത്ത് ഓരോന്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആദ്യം പറയുന്നത്. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റംസ് ആണ്. ടൈറ്റ് ആയിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന സിസ്റ്റംസ്, കുറെ അടുത്തടുത്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം ആണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് വരുന്നത്.
സിംഗിൾ സിസ്റ്റം ഇമേജ്, അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ജോബ് മാനേജ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് സിസ്റ്റം. ഒരു സെൻട്രലൈസ്ഡ് ജോബ് മാനേജ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് സിസ്റ്റം ആണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിനകത്ത് വരുന്നത്. ഇനി ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലൂസ്ലി കപ്പിൾഡ് ആണ്. അതായത് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ടൈറ്റ്ലി കപ്പിൾഡ് ആണെങ്കിൽ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ലൂസ്ലി കപ്പിൾഡ് ആണ്. സിസ്റ്റങ്ങൾ തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഡൈവേഴ്സിറ്റി ആൻഡ് ഡൈനാമിസം, ഡിസ്ട്രിബ്യൂട്ടഡ് ജോബ് മാനേജ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ്. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിന്റെ കേസിൽ ഒരു സെൻട്രലൈസ്ഡ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഗ്രിഡ് കമ്പ്യൂട്ടിംഗിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ജോബ് മാനേജ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ആണ്. കമ്പ്യൂട്ടിംഗിലേക്ക് വരുമ്പോൾ ഡൈനാമിക് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. IT സർവീസ് സെൻട്രിക് അപ്രോച്ച് ആണ്. സെൽഫ് സർവീസ് ബേസ്ഡ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് ഓൺ ഡിമാൻഡ് ആക്സസ് ആയതുകൊണ്ട് തന്നെ സെൽഫ് സർവീസ് ബേസ്ഡ് എൻഗേജ്മെന്റ്. മിനിമലി ഓർ സെൽഫ് മാനേജ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഒന്നെങ്കിൽ മിനിമലി മാനേജ്ഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും, അതല്ലെങ്കിൽ സെൽഫ് മാനേജ്ഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും. പിന്നെ കൺസംഷൻ ബേസ്ഡ് ബില്ലിംഗ്. ഇത്രയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ സ്ട്രക്ചറിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എ ബഞ്ച് ഓഫ് സിമിലർ ഓർ ഐഡന്റിക്കൽ കമ്പ്യൂട്ടേഴ്സ് ആർ ഹൂക്ഡ് അപ്പ് locally in the same physical location, directly interconnected with a very high speed connection to operate a single computer. ഒരു സിംഗിൾ കമ്പ്യൂട്ടറെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കലി എന്താണ് കുറെ ഐഡന്റിക്കൽ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യും. ഒന്നെങ്കിൽ സെയിം ഫിസിക്കൽ ലൊക്കേഷനിൽ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റിങ് ഫിസിക്കൽ ലൊക്കേഷൻസിലുള്ളതായിരിക്കും. ഇവയെല്ലാം ഒരു സിംഗിൾ കമ്പ്യൂട്ടറുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ഐഡന്റിക്കൽ അല്ലെങ്കിൽ സിമിലർ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ലോക്കലി കണക്ട് ചെയ്ത് വെക്കുന്നതാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗ്രിഡ് കമ്പ്യൂട്ടിംഗിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടേഴ്സ് ഡു നോട്ട് ഹാവ് ടു ബി ഇൻ ദി സെയിം ഫിസിക്കൽ ലൊക്കേഷൻ. കമ്പ്യൂട്ടേഴ്സ് ഒരിക്കലും സെയിം ഫിസിക്കൽ ലൊക്കേഷനിലായിരിക്കത്തില്ല ആൻഡ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻഡിപെൻഡന്റ്. പല സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇത് ഇൻഡിപെൻഡന്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. As far as other computers are concerned, each computer on the grid is a distinct computer. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറും മറ്റുള്ള കമ്പ്യൂട്ടറിനെ എന്താണ് ഒരു ഡിസ്റ്റിങ് കമ്പ്യൂട്ടർ ആയിട്ട് തന്നെയായിരിക്കും കൺസേൺ ചെയ്യുന്നത്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ കേസിൽ കമ്പ്യൂട്ടേഴ്സ് നീഡ് നോട്ട് ബി ഇൻ ദി സെയിം ഫിസിക്കൽ ലൊക്കേഷൻ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലും എന്ത് വേണമെന്നില്ല, കമ്പ്യൂട്ടേഴ്സ് സെയിം ഫിസിക്കൽ ലൊക്കേഷനിൽ ആവണമെന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു റിമോട്ടഡ്ലി നമ്മൾ ഈ ഒരു റിസോഴ്സസിനെ ഇന്റർനെറ്റ് ത്രൂ ആണ് ആക്സസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ഒന്നും തന്നെ സെയിം ലൊക്കേഷനിൽ ആകണമെന്ന് ഇല്ല. ഇനി നെക്സ്റ്റ് ഹാർഡ്വെയറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിൽ എന്താണ് വരുന്നത്, കമ്പ്യൂട്ടേഴ്സ് ആൾ ഹാവ് ദി സെയിം ഹാർഡ്വെയർ. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും എന്താണ് സെയിം ഹാർഡ്വെയർ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഗ്രിഡ് കമ്പ്യൂട്ടിംഗിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ പാർട്ട് ഓഫ് എ ഗ്രിഡ് ക്യാൻ റൺ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഹാവ് ഡിഫറെന്റ്. ഓരോ കമ്പ്യൂട്ടറിനും ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഡിഫറെന്റ് ഹാർഡ്വെയറും ആയിരിക്കും ഗ്രിഡ് കമ്പ്യൂട്ടിംഗിൽ വരുമ്പോൾ. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലേക്ക് വരുമ്പോൾ മെമ്മറി, storage device and network communication are managed with the operating system of a basic physical cloud unit. ഒരു ബേസിക് ഫിസിക്കൽ ക്ലൗഡ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അതായിരിക്കും മെമ്മറിയും സ്റ്റോറേജ് ഡിവൈസും നെറ്റ്വർക്കും കമ്മ്യൂണിക്കേഷനും ഒക്കെ മാനേജ് ചെയ്യുന്നത്. Then open source software such as Linux can support the basic physical unit management and virtualization computing. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് എന്നുള്ളത്. അപ്പോൾ ഹാർഡ്വെയറിന്റെ കേസ് പറയുമ്പോൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിൽ ഒരു എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഒരു സെയിം ഹാർഡ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആയിരിക്കും ഉപയോഗിക്കുക. ഗ്രിഡ് കമ്പ്യൂട്ടിംഗിലേക്ക് വരുമ്പോൾ ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഡിഫറെന്റ് ഹാർഡ്വെയറും ആയിരിക്കും. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സെൻട്രലൈസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതായിരിക്കും ഈ പറയുന്ന മെമ്മറിയും സ്റ്റോറേജ് ഡിവൈസും നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനും ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആയ ലിനക്സ് ആണ്. ഇനി റിസോഴ്സസിന്റെ കേസിൽ പറയുമ്പോൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിൽ the whole system behaves like a single system view and the resources are managed by centralized resource manager. ഈ എല്ലാ സിസ്റ്റവും ഒരു സിംഗിൾ സിസ്റ്റം ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഇതിനെ ഒരു സെൻട്രലൈസ്ഡ് റിസോഴ്സ് മാനേജർ ആയിരിക്കും ഇതിന്റെ എല്ലാ റിസോഴ്സിനെയും മാനേജ് ചെയ്യുന്നത്. ക്ലസ്റ്റർ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ മാനേജ് ചെയ്യുന്നത് എന്താണ് ഒരു സെൻട്രലൈസ്ഡ് റിസോഴ്സ് മാനേജർ ആയിരിക്കും. ഗ്രിഡ് കമ്പ്യൂട്ടിംഗിലേക്ക് വരുന്നതാണെങ്കിൽ എവരി നോഡ് ഈസ് ഓട്ടോണമസ്, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിസോഴ്സ് മാനേജർ ആൻഡ് ബിഹേവ് ലൈക്ക് ആൻ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി. ഗ്രിഡിൽ ഓരോന്നും നമ്മൾ പറഞ്ഞ നോഡാണ്. ഓരോ കമ്പ്യൂട്ടറിനെ നമ്മൾ നോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓരോ നോഡും ഓട്ടോണോമസ് ആണ്. അതിന്റെ ഓരോ കമ്പ്യൂട്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള റിസോഴ്സ് മാനേജർ ഉണ്ടായിരിക്കും. അവ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ കേസിൽ വരുമ്പോൾ എവരി നോഡ് ആക്ട് ആസ് ആൻ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി. ലൈക്ക് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് തന്നെ ഓരോ നോഡും ഓരോ എൻറ്റിറ്റി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻസിന്റെ കേസ് വരുമ്പോൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, കൊമേഴ്ഷ്യൽ സെക്ടേഴ്സ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ, മെഡിക്കൽ റിസർച്ച്. അപ്പം എഡ്യൂക്കേഷണൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ സെക്ടേഴ്സിൽ ഇൻഡസ്ട്രിയൽ പ്രൊമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ റിസർച്ചിൽ യൂസ് ചെയ്യുന്നു. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ പ്രെഡിക്റ്റീവ് മോഡലിംഗ് ആൻഡ്
സിമുലേഷൻസ്, എഞ്ചിനീയറിംഗ്, ഡിസൈൻ ആൻഡ് ഓട്ടോമേഷൻ, എനർജി, റിസോഴ്സസ്, എക്സ്പ്ലോറേഷൻ, മെഡിക്കൽ, മിലിറ്ററി ആൻഡ് ബേസിക് റിസർച്ച്. മെഡിക്കൽ ഫീൽഡിലും മിലിറ്ററി ഫീൽഡിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലും റിസോഴ്സസ് എക്സ്പ്ലോറേഷനിലും ഒക്കെ നമ്മൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത് ബാങ്കിങ്, ഇൻഷുറൻസ്, വെതർ ഫോർകാസ്റ്റിംഗ്, സ്പേസ് എക്സ്പ്ലോറേഷൻ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, അവയെല്ലാം നമ്മൾ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെറ്റ്വർക്കിംഗിന്റെ കേസ് പറയുമ്പോൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ എൻഡ് വിത്ത് ലോ ലേറ്റൻസി ആൻഡ് ഹൈ ബാൻഡ് വിത്ത് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രിഡ് കമ്പ്യൂട്ടിംഗിലേക്ക് വരുമ്പോൾ ഇന്റർനെറ്റ് വിത്ത് ഹൈ ലേറ്റൻസി ആൻഡ് ലോ ബാൻഡ് വിത്തും ഇന്റർ കണക്ഷൻ നെറ്റ്വർക്കുമായി. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലേക്ക് വരുമ്പോൾ ഡെഡിക്കേറ്റഡ് ഹൈ എൻഡ് വിത്ത് ലോ ലേറ്റൻസി ആൻഡ് ഹൈ ബാൻഡ് വിത്ത് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക്. എല്ലാത്തിനും ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ആണ്. ബാൻഡ് വിത്തിലും ഇൻ ലേറ്റൻസിയിലുമുള്ള വ്യത്യാസം വരുന്നത്. ഇനി സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ സൈസ് ഓർ സ്കെയിലബിലിറ്റി ഈസ് 100s. ദെൻ അത് എന്താണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിന്റെ 100s ആണെങ്കിൽ ദെൻ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന്റെ 1000s ആണ്. ദെൻ നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ 100sനും 1000sനും ഇടയിലായി. നെക്സ്റ്റ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ പറയുന്നത് ഓൺ ഡിമാൻഡ്. അപ്പൊ എന്താണ് ഓൺ ഡിമാൻഡ് സർവീസ്? യൂസേഴ്സ് can provision and manage computing resources without requiring human intervention from the service provider. സർവീസ് പ്രൊവൈഡറിൽ നിന്നും ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ആയ സ്റ്റോറേജിനെയും പ്രോസസിംഗ് പവറിനെയും ഒക്കെ യൂസറിന് പ്രൊവിഷൻ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്നതിനെയാണ് നമ്മൾ ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ് എന്ന് പറയുന്നത്. ഒരു സർവീസ് പ്രൊവൈഡറിൽ നിന്നും ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ യൂസേഴ്സിന് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിനെ ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നു ഇന്റർനെറ്റ് വഴി. അതാണ് ഓൺ ഡിമാൻഡിങ് സെൽഫ് സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ബ്രോഡ് നെറ്റ്വർക്ക് ആക്സസ്. എന്താണ് ക്ലൗഡ് സർവീസസ് എല്ലാം തന്നെ ഇന്റർനെറ്റ് വഴി ആക്സസിബിൾ ആണ് ഫ്രം വേരിയസ് ഡിവൈസസ് യൂസിങ് സ്റ്റാൻഡേർഡ് നെറ്റ്വർക്ക്. സ്റ്റാൻഡേർഡ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന പല ഡിവൈസസ്, ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ് എന്തിൽ നിന്നാണെങ്കിലും ഇന്റർനെറ്റ് വഴി ക്ലൗഡ് സർവീസസ് ആക്സസിബിൾ ആണ്. അതാണ് ബ്രോഡ് നെറ്റ്വർക്ക് ആക്സസ് എന്ന് പറയുന്നത്. ഇനി റിസോഴ്സ് പൂളിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് ടു സെർവ് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സെർവ് ചെയ്യുന്ന കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിനെ കൺസോളിഡേറ്റ് ചെയ്യും. അതാണ് റിസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ റിസോഴ്സസിനെ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുകയും റീ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഓൺ ഡിമാൻഡ്. ഒരു എന്താണ് ലൊക്കേഷൻ ഇൻഡിപെൻഡൻസിലൂടെ അല്ലെങ്കിൽ ലൊക്കേഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ എപ്പോഴാണോ ഡിമാൻഡ് ആ ഓൺ ഡിമാൻഡിൽ തന്നെ റിസോഴ്സസിനെ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുകയും റീ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ റിസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്നത്. ഇനി റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി. റിസോഴ്സസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഇൻ എ നിയർ ഇൻസ്റ്റന്റേനിയസ് മാനർ എൻഷുറിംഗ് എ കൺസിസ്റ്റന്റ് ക്വാളിറ്റി. ഒരു കൺസിസ്റ്റന്റ് ക്വാളിറ്റി ഓഫ് സർവീസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസോഴ്സസിനെ നമ്മൾ ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് മാനറിൽ മാറ്റും. അതാണ് റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. Then measured service. Cloud resources are metered for usage-based monitoring, control and billing, ensuring cost efficiency and transparent utilization. Usersന് cost effectively അല്ലെങ്കിൽ cost efficiency പ്രൊവൈഡ് ചെയ്യാനും ട്രാൻസ്പെറന്റ് യൂട്ടിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടും മോണിറ്ററിംഗ്, യൂസേജ് ബേസ്ഡ് മോണിറ്ററിംഗ്, കൺട്രോൾ, ബില്ലിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷേർഡ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കുറച്ച് സർവീസ് മോഡൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രൊവൈഡ്സ് വിർച്വലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ഓവർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വഴി വിർച്വലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. ഇനി പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്താണെന്ന് ചോദിച്ചാൽ ഓഫേഴ്സ് പ്ലാറ്റ്ഫോംസ് അലോയിങ് ഡെവലപ്പേഴ്സ് ടു ബിൽഡ്, ഡിപ്ലോയ് ആൻഡ് മാനേജ് ആപ്ലിക്കേഷൻ. എന്താണ് ഡെവലപ്പേഴ്സിന് ആപ്ലിക്കേഷൻസിനെ ബിൽഡ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും മാനേജ് ചെയ്യാനുമുള്ള പ്ലാറ്റ്ഫോംസ് ഓഫർ ചെയ്യും. അതാണ് പ്ലാറ്റ്ഫോം. ഒരു പ്ലാറ്റ്ഫോം സർവീസ് ആയിട്ട് കൊടുക്കുക. വിർച്വലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിനെ ഇന്റർനെറ്റ് വഴി കൊടുക്കുന്നതിനെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുന്നു. എന്താണ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയും. ഇനി സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്താണെന്ന് ചോദിച്ചാൽ ഡെലിവർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓവർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വഴി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അതായത് ലോക്കൽ ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും ഒന്നും ഇല്ലാതെ തന്നെ ഇന്റർനെറ്റ് വഴി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെ ഡെലിവർ ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് എന്ത്
നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ്, ബ്രോഡ് നെറ്റ്വർക്ക് ആക്സസ്, റിസോഴ്സ് പൂളിംഗ്, റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി, മെഷേർഡ് സർവീസ്, സർവീസ് മോഡൽ. നെക്സ്റ്റ് ഡിപ്ലോയ്മെന്റ് മോഡൽസ്. നമുക്ക് ഈ ഒരു ക്ലൗഡ് സർവീസസിനെ പലതരത്തിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതിനകത്ത് മെയിൻ ആയിട്ട് 3 രീതിയിലാണ് പറയുന്നത്: പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്. ഇത് മൂന്നും എന്താണെന്ന് നോക്കാം. പബ്ലിക് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് വഴി ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെയാണ് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ത്രൂ ജനറൽ പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡാണ് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് ക്ലൗഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിംഗിൾ ഓർഗനൈസേഷൻ മാത്രം മാനേജ് ചെയ്യുന്ന, ഇന്റേണലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയോ ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെയാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനാണ്. പബ്ലിക് ക്ലൗഡിന്റെയും പ്രൈവറ്റ് ക്ലൗഡിന്റെയും കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പം പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും 4 എലമെന്റ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈബ്രിഡ് ക്ലൗഡ് ഫോം ചെയ്യുന്നത്. അലോയിങ് ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ടു ബി ഷെയർഡ് ബിറ്റ്വീൻ ദം, രണ്ടുപേരും തമ്മിലുള്ള ഡേറ്റ ഷെയറിംഗ്. അപ്പോൾ ഡിപ്ലോയ്മെന്റ് മോഡൽസ് എന്ന് പറയുമ്പോൾ ക്ലൗഡ് സർവീസസിനെ നമ്മൾ 3ആയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്: പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്. ജനറൽ പബ്ലിക്കിന് ഇന്റർനെറ്റ് ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡാണ് പബ്ലിക് ക്ലൗഡ്. ഒരു സിംഗിൾ ഓർഗനൈസേഷൻ ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഇന്റേണലിയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്ലൗഡാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡിന്റെ എലമെന്റ്സിനെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന ക്ലൗഡാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് അക്സസിബിലിറ്റി എനിവെയർ എനിടൈം. ഏത് സമയത്തും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏതൊരു യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റും ക്ലൗഡിനെ. അതാണ് എന്തെന്ന് പറയുന്നത് അക്സസിബിലിറ്റി എന്ന് പറയുന്നത്. വേരിയസ് ബ്രാഞ്ചസ്, ഓഫീസസ്, അതായത് ഗ്ലോബലിയോ അല്ലാതെയോ റിമോട്ടായിട്ടോ എവിടെ ഇരുന്ന് വേണമെങ്കിലും എംപ്ലോയീസിനും ക്ലയൻസിനും കസ്റ്റമേഴ്സിനും ഒക്കെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ എന്താണ് ഏത് ലൊക്കേഷനിൽ നിന്നും ഏത് ഡിവൈസ് ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ. അതാണ് ആക്സസിബിലിറ്റി എനിവെയർ എനിടൈം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ റെഡ്യൂസ്ഡ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിപെൻഡൻസി. റെഡ്യൂസ്ഡ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിപെൻഡൻസി ആണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. അതായത് ഇൻഡിവിജ്വൽ സെർവേഴ്സിന്റെ നീഡിനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എലിമിനേറ്റ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ സെർവേഴ്സ്, കേബിൾസ്, മറ്റുള്ള ഹാർഡ്വെയർസ് എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്തിട്ട് ഈ റിസോഴ്സസിനെ എല്ലാം ഒരു ഓവറോൾ എക്സ്പെൻസസിനെ ഒക്കെ കുറച്ചുകൊണ്ട് റെഡ്യൂസ്ഡ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിപെൻഡൻസിയും കൂടി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഇൻഡിവിജ്വൽ സെർവേഴ്സും കേബിൾസും ഹാർഡ്വെയറും ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ അക്സസിബിലിറ്റി, എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് ലൊക്കേഷനിൽ ഇരുന്ന് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് അൺനെസസറി ആയിട്ടുള്ള സെർവേഴ്സും കേബിൾസും ഹാർഡ്വെയറും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി സെൻട്രലൈസ്ഡ് ഡേറ്റ സെക്യൂരിറ്റി. ഇത് ഡേറ്റ ബാക്കപ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഡേറ്റ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടർ. ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഡേറ്റ ബാക്കപ്സ് ഡേറ്റ സെന്റേഴ്സിൽ വെച്ചിട്ട് ഡേറ്റ ബാക്കപ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഡേറ്റാസ് ഒന്നും തന്നെ ലോസ് ആവാതെ അതിനെല്ലാം ബാക്കപ്പ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ് സെക്യൂരിറ്റി ടെക്നോളജീസ് ആയ എൻക്രിപ്ഷനും ഓതന്റിക്കേഷൻ, ബോൾസ്റ്റർ, ഡേറ്റ പ്രൈവസി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സെൻട്രലൈസ്ഡ് ഡേറ്റ സെക്യൂരിറ്റിയാണ്, ബാക്കപ്പ് ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ടെക്നോളജീസ് ആയ എൻക്രിപ്ഷനും ഒതന്റിക്കേഷനും ക്ലോസർ, ഡേറ്റ പ്രൈവസിയും ഒക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആൻഡ് റിലയബിലിറ്റി. ഈ ക്ലൗഡ് റിസോഴ്സസ് സൈമിൾട്ടേനിയസ് യൂസേജിനെ എനേബിൾ ചെയ്യും. അതായത് സിഗ്നിഫിക്കന്റ്ലി പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലൗഡ് സർവീസസിന്റെ ആ ഒരു ഹൈ അവൈലബിലിറ്റി ആൻഡ് നെഗ്ലിജിബിൾ ഡൗൺ ടൈം ഒക്കെ എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ട് പെർഫോമൻസ് ആൻഡ് റിലയബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർ സെക്കൻഡിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആൻഡ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആൻഡ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ സൈമിൾട്ടേനിയസ് യൂസേജിനെ എനേബിൾ ചെയ്യുന്നു, പെർഫോമൻസിനെ സിഗ്നിഫിക്കന്റ്ലി എൻഹാൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹൈ അവൈലബിലിറ്റി ഓഫ് ഡേറ്റ. ഇതൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സ്വിഫ്റ്റ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ആപ്ലിക്കേഷൻ ക്യാൻ ബി റാപ്പിഡ്ലി ഡിപ്ലോയ്ഡ് വിത്തൗട്ട് ദി നീഡ് ഫോർ ഒരു അഡീഷണൽ ഹാർഡ്വെയറിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ക്ലൗഡ് ആപ്ലിക്കേഷനിൽ ഡിപ്ലോയ് ചെയ്യുന്നതാണ് സ്വിഫ്റ്റ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഡിമാൻഡിനെ എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ, എഫിഷ്യന്റ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്. അതാണ് സ്വിഫ്റ്റ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്.
ഇനി ഇൻസ്റ്റന്റ് ആക്സസ് ടു ഇൻസൈറ്റ്. ക്ലൗഡ് പ്ലാറ്റ്ഫോം ഫെസിലിറ്റേറ്റ് ഇമ്മീഡിയറ്റ് ആക്സസ് ടു ഡേറ്റ. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ബെറ്റർ ഡെസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് തന്നെ ഒരു ബെറ്റർ ഡെസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആക്സസ് ടു ഡേറ്റ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്. അതാണ് ഇൻസ്റ്റന്റ് ആക്സസ് ടു ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് കണ്ടിന്യൂറ്റി. ഇത് കണ്ടിന്യൂറ്റി ആണ്. എന്താണ് ഡിസാസ്റ്റേഴ്സ്, യൂട്ടിലൈസിംഗ് വാസ്റ്റ് ഡേറ്റ സ്റ്റോറേജ്, റിമോട്ട് ആക്ടിവേഷൻ സിസ്റ്റം. അതായത് ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിമോട്ട് ആക്ടിവേഷൻ സിസ്റ്റംസ്, യൂട്ടിലൈസിംഗ് വാസ്റ്റ് ഡേറ്റ സ്റ്റോറേജ്. ഡിസാസ്റ്റേഴ്സിന്റെ കേസിലൊക്കെ വരുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ആര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ക്ലൗഡ് സർവീസസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതാണ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് സേവിങ്സ് ആൻഡ് പ്രൈസ് പെർഫോമൻസ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ നോക്കാതെ ലോങ് ടൈം സേവിങ്സ് റിസൾട്ട് ആണ് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ എബിലിറ്റി ടു ടെസ്റ്റ് ക്ലൗഡ് സിസ്റ്റം ബിഫോർ ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് തന്നെ നമുക്ക് ക്ലൗഡ് സിസ്റ്റം എല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് മോഡൽസുമാണ് ക്ലൗഡ് സർവീസസ് ഓഫർ ചെയ്യുന്നത്. കോസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ആണ് കോസ്റ്റ് സേവിങ്സ് ആൻഡ് പ്രൈസ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി വിർച്വലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് റിസോഴ്സസ് ക്യാൻ ബി ഇൻസ്റ്റന്റ്ലി അലോക്കേറ്റഡ് ടു മീറ്റ് ഇൻക്രീസ്ഡ് ഡിമാൻഡ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്റെ ഇൻക്രീസ്ഡ് ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലൗഡ് റിസോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റും. enabling field scalability without downtime or ഒരു അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചറോ ഡൗൺ ടൈമോ ഒന്നും ഇല്ലാതെ തന്നെ ഈ പറയുന്ന യൂസർ റിക്വയർമെന്റിനനുസരിച്ച് ഓൺ ഡിമാൻഡിനനുസരിച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ചെയ്യുന്നതിനെയാണ് വിർച്വലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ബ്രീഫായിട്ടൊന്ന് നോക്കാം. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ നോക്കി. പിന്നെന്താണ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നോക്കി. അപ്പോൾ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് പറഞ്ഞു. അതിന്റെ കുറച്ച് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പേപ്പർ യൂസ് മോഡൽ ആണെന്ന് പറഞ്ഞു. സ്കെയിലബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ റിസോഴ്സ് പൂളിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കുറച്ച് സർവീസ് മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ബിസിനസ് ബെനിഫിറ്റ്സ് പറഞ്ഞു. ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങും ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ നോട്ടായിട്ടും പറഞ്ഞു. അതുപോലെ തന്നെ ടേബിൾ ആയിട്ടും പറഞ്ഞു. ദെൻ അത് തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് മനസ്സിലായി. പിന്നെന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ടെസ്റ്റ് വന്നിട്ടുള്ള പോർഷൻ ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ് ആണ്, ബ്രോഡ് നെറ്റ്വർക്ക് ആക്സസ് ആണ്, റിസോഴ്സ് പൂളിംഗ് ഉണ്ട്, റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി, മെഷേർഡ് സർവീസ് മോഡൽസ്. പിന്നെ 3 തരത്തിലുള്ള ഡിപ്ലോയ്മെന്റ് മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്. പബ്ലിക് എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് വഴി ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഓർഗനൈസേഷൻ. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു. അക്സസിബിലിറ്റി എനിവെയർ എനി ടൈം, റെഡ്യൂസിംഗ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിപെൻഡൻസി, സെൻട്രലൈസ്ഡ് ഡേറ്റ സെക്യൂരിറ്റി, ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആൻഡ് റിലയബിലിറ്റി, പിന്നെ സ്വിഫ്റ്റ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ്, ഇൻസ്റ്റന്റ് ആക്സസ്, ബിസിനസ് കണ്ടിന്യൂറ്റി, പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നും വിർച്വലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി പോർഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു സോ മച്ച്.